വെൽക്കം ബാക്ക് അഗെയിൻ ടു കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അടുത്തതായി ഈ വേദിയിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ടോപ്പ് കണ്ടസ്റ്റന്റ് തീർത്ഥയാണ്. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ ഓൺ ടു ദ സ്റ്റേജ്. തീർത്ഥ ചേച്ചി സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. തീർത്ഥ ഇന്ന് ഏത് റൗണ്ടിലെ പെർഫോമൻസ്? ഞാൻ എവർഗ്രീൻ റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നത്. ഏത് സോങ്ങാ മോളെ? ഞാൻ ചെമ്പകപ്പൂ തേനിതളരം എന്നുള്ളൊരു സോങ്. ഓക്കെ, ഇനി നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. രനത. തീർത്ഥ മാം, ഞാൻ ചെമ്പകപ്പൂ തേനിതളധരാണോ? അല്ല, ഞാൻ പാടാൻ പോകുന്നു. കുഴപ്പമില്ല, ഞാനൊരു തമാശ പറഞ്ഞാണേ. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? ഇത്തിരി ഫാസ്റ്റൊക്കെ ആണല്ലോ അല്ലേ? ശരിക്കും തന്നെ പഠിച്ചു. അപ്പോൾ നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു രനത. തീർത്ഥ, അപ്പോൾ പെർഫോമൻസിലേക്ക് പോകാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച്. മുഞ്ചായ
ചേച്ചി എവർഗ്രീൻ സോങ് റൗണ്ടിലെ പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു പെർഫോമൻസ്. ഇനി നമുക്ക് കമൻസ് അറിയാം. രണത്ത. തീർത്ത മാം. നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു മാം. തീർത്ത ശരിക്ക് നല്ല എനർജി കൊടുത്ത് തന്നെ പാടി. അതാണ് വേണ്ടത്. കാരണം ഇപ്പോൾ ഈ ഒരു സോങ് ഇനിയിപ്പോൾ തീർത്തേക്ക് ഈ സോങ് സ്റ്റേജിലൊക്കെ പാടാൻ മോളെ. കാരണം ഇത് ഒരുപാട് നല്ല കയ്യടി കിട്ടുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഏത് ടൈമിലും ഫസ്റ്റ് എന്നൊന്നുമല്ല, എവിടെ നമ്മളൊരു പാട്ട് നമ്മൾ ഓഡിയൻസിന് കൊടുക്കുക എന്ന് പറയില്ല, കൊടുത്താൽ അത്രയ്ക്കും നല്ല കയ്യടി നമുക്ക് തരുന്ന ഒരു പാട്ട്. ഇഷ്ടമാണ് ഒത്തിരി ഈ പാട്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഇത് കുറച്ചും കൂടി പിച്ച് കൂട്ടിയാൽ. ത്രോട്ട് ഇൻഫെക്ഷൻ. ത്രോട്ടിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ചതാണോ മോള്? കുറച്ചതായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ഒന്നും കൂടി ഒരു എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് പ്ലസൻ്റ് എന്നറിയില്ലേ നമ്മൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ മോളിപ്പോൾ ഈ പിച്ചിൽ മോളിത് വൃത്തിയായിട്ട് പാടി. കാരണം ഇത് നല്ല ടഫാണ് പാടാൻ. ആ ഒരു സംഗതിയൊക്കെ വന്നില്ലേ, അത് എല്ലായിടത്തും ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു സ്ഥലത്തും അതൊരു ഇതും വന്നിട്ടില്ല. അതൊക്കെ ഒത്തിരി നന്നായി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും കൂടിയും ഈ ചെമ്പകപ്പൊക്കെ ശരി കുറച്ചും കൂടി പിച്ചിലാണ് നമ്മളൊക്കെ അത് പാടാറുണ്ട്, പാടി അങ്ങനെ കേൾക്കാറോ. അപ്പോൾ ആ ഒന്നും കൂടി ഒരു പ്ലസൻറ്റ് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മോള് നന്നായിട്ട് തന്നെ പാടി. കാരണം പാട്ട് തുടങ്ങിയ എവിടെ ഒരു ലിംഗോ ഒന്നുമില്ല, അത്രയ്ക്ക് പാടാനുണ്ട്, വാക്കുകളും വരണം, അത് കട്ടാവാൻ പാടില്ല, സ്പീഡാണ്. അതാണ് ഞാൻ തുടക്കം തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ആ എൻഡിൽ സെൻറ്ററിൽ നിർത്തുമ്പോൾ ആ സംഗതിയിൽ അങ്ങ് നിർത്തും വേണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ മോള് നന്നായിട്ട് തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ആ സിംഗിങ് സ്റ്റൈൽ തന്നെ മോൾക്ക് വേറെയുള്ള മെലഡിയൊക്കെ പാടുമ്പോൾ മോൾ ഒതുക്കുന്നുണ്ട്. ഇത് കുറച്ച് എനർജി കൊടുക്കാം എന്നുള്ളൊരു അറിവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ കൊടുത്തോണ്ട് തന്നെ മോള് പാടി. ഇത് മാത്രം അത് കുറച്ചാന്ന് പറഞ്ഞല്ലോ, സുഖമില്ലാത്തതുകൊണ്ട് കുറച്ചെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഓക്കെ മോളെ. താങ്ക് യു മാം. താങ്ക് യു രണത്ത. ഫൈസൽ മാഷേ. എവർഗ്രീൻ റൗണ്ടിന് പറ്റിയ പാട്ടാണ്. നമ്മുടെ മൂസ എരഞ്ഞോളി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പാട്ടുകളിലൊന്ന്. PT അബ്ദുറഹിമാൻ എഴുതി ചാന്ത ഭാഷ സംഗീതം ചെയ്ത്. ഇത് മൂസൊക്കെ എല്ലാ ഷോയിലൊക്കെ പാടുന്നതാണ്. എല്ലാവരും ഇതൊരു പ്രത്യേകിച്ചൊരു ഓളം ഉണ്ടാക്കുന്ന പാട്ടാണ്. ഇതൊരു പ്രണയ കഥയിലൊരു സന്ദർഭം പറയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് പിച്ചൊന്ന് കൂട്ടുമ്പോൾ മോള് കുറച്ചുകൂടി ഈ പാട്ടിലെ ഇതിൻ്റെ വിഷയത്തോട് താതാത്മ്യം പ്രാപിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്ന പിച്ച് കുറച്ചപ്പോൾ ഒരു സാഡ് ഫീൽ ഉണ്ടായിരുന്നൊരു സംശയം ഞാൻ പറയാൻ കാരണം അത് പിച്ച് കൂട്ടുമ്പോൾ അത് അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ ഇതൊരു സങ്കട കഥ പറയുന്ന പോലെയൊക്കെ തോന്നും. കഥ തന്നെയാണ്, പക്ഷെ ഒരു സങ്കടം. അപ്പോൾ അതല്ല, അതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ എന്നത് രഹനയുടെ അഭിപ്രായത്തിൽ ഞാൻ അടിവരയിടുകയാണ്. ഏതായാലും മോളെ നല്ല ഒരു ആ സ്പീഡ് പോർഷനൊക്കെ പാടാൻ വലിയ പാടാ, നമുക്ക് അക്ഷരങ്ങൾ വ്യക്തമാവില്ല. പിന്നെ മോളും ഹർഷയും പിന്നെ ഈ അക്ഷരങ്ങൾ വ്യക്തമാകുന്ന കാര്യത്തിൽ വളരെ മിടുക്കികളായതുകൊണ്ട് അത് നമ്മൾ ക്ലിയറാണ്. അത് ഈ പാട്ടിലും വളരെ ആ സ്പീഡ് പോർഷനൊക്കെ ഭംഗിയായി ചെയ്തു. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ എന്നുള്ള ഒരു തരത്തിൽ ഗൗരവമൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ പാട്ടാണോ? ഏതായാലും ഗംഭീരമായി പാടിയിട്ടുണ്ട്. കീപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷേ. ഷാൻ സർ. ഞാനും അത് അടിവരയിടുകയാണ്. എന്താണെന്നറിയാം, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ പറയണം. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തൊക്കെ കാര്യം പിടികിട്ടിയല്ലോ. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഫുൾ നോട്ട്, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. കുറച്ച് സങ്കടത്തിലാണോ പാടിയതെന്നൊരു സംശയം, മൊത്തത്തിൽ ഒരു വിഷമത്തെ. ഈ ചിരിയൊന്നും അന്നേരം ഒന്നും ഇല്ലായിരുന്നു. എന്നാലും മോള് നന്നായിട്ട് തന്നെ പാടി. പിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് തന്നെയായിരുന്നു, ഒന്നും പറയാൻ. ഓക്കെ, ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. തീർത്ത. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് മാർക്സ് അറിയാം. രണത്ത on 30. എനിക്ക് പാട്ടിൽ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം അതൊരു ടഫ് സോങ് ആണ്. നമ്മളൊക്കെ പ്രോഗ്രാമിന് പാടുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മോളത് നന്നായിട്ട് തന്നെ പാടിയിട്ടോ മോളെ. 28 മോളെ. 28 on 30. ഫൈസൽ മാഷേ. 28 again on 30. ഷാൻ സർ. അപ്പം തീർത്ഥ തൊണ്ടയൊക്കെ കെയർ ചെയ്യുക. നമ്മളിപ്പം അറിയാലോ, ഞാൻ ഇനിയിപ്പോൾ അതെല്ലാം എപ്പിസോഡും പറയുന്നില്ല. 28. So your grand total is 84 on 90. തീർത്ത നല്ല സ്കോറാണ്. എന്നിട്ടൊരു ചിരിയൊന്നും പോരാത്ത. എന്തായാലും അത്ര സമാധാനിക്കണ്ട, കാരണം ഒരു പെർഫോമൻസും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സോ ഇന്നത്തെ എല്ലാ പെർഫോമൻസുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, നമ്മുടെ ക്വാർട്ടർ ഫൈനൽസിലെ കൂടുതൽ മത്സരങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാം അടുത്ത രാവിലെ
നെക്സ്റ്റ് ടൈം കാണുന്നവരെ ദിസ് ഇസ് മീ മേഘ്ന സൈനിങ് ഔട്ട്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. കനിയേണം യാ റഹീമേ, കനിയേണം യാ റഹീമേ, കനിവോടെ ഞങ്ങൾക്കെന്നും കനിയേണം യാ റഹീമേ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, വല്ലും കൂടി തേക്കൂലാന്നേ. പനിനീരലറിന്നിതളുകൾ വിരിയും 14-ാം രാവ്, പനിമതി ജനലിനപ്പുറമെത്തും 14-ാം രാവ്. കനവുകൾ കരളിൽ കവിതകൾ എഴുതും 14-ാം രാവ്. ഇശലുകൾ ഇരവിൽ തേൻമഴ തൂകും 14-ാം രാവ്. വാർമുകിലഴകിനെ തട്ടമിടിക്കും 14-ാം രാവ്.